നമസ്കാരം. അമ്മയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ഒരു അത്ഭുതകരമായ ഒരു ആശ്വാസം നൽകാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇന്ന് വന്നിരിക്കുന്നത്. എത്ര പണം ഉണ്ടെങ്കിലും ദാരിദ്ര്യവും ബുദ്ധിമുട്ടും മാത്രം അങ്ങനെ ഒരു അവസ്ഥ ആൾക്കാരിൽ വരുന്നുണ്ടെന്ന്. ആ അവസ്ഥയ്ക്ക് നമ്മൾ ആദിശങ്കരൻ കണ്ടെത്തിയിട്ടുള്ള ഒരു പ്രതിവിധി ഉണ്ട് പണ്ട് കാലത്ത്. ആ പ്രതിവിധി ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണെന്ന്. അതാണ് നമ്മുടെ കനകധാരാ സ്തോത്രം. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരികയാണ്. കേവലം ഒരു ഉണങ്ങിയ നെല്ലിക്ക കൊണ്ട് വീട് മുഴുവൻ സ്വർണമഴ പെയ്യിച്ച ആദിശങ്കരൻ ഈ കനകധാരാ സ്തോത്രം ചൊല്ലിയിട്ടാണ് കേട്ടോ. ഇതേ കേവലം ഒരു കഥയല്ല കേട്ടോ, ഇത് സത്യം തന്നെയാണ്. അപ്പോ ഇതൊരു കനകധാരാ സ്തോത്രം. അപ്പൊ ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടില് ഏതൊരു ദാരിദ്ര്യമുള്ളവനും ദാരിദ്ര്യ മുക്തി നൽകുന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെയുള്ള ആ വിശ്വാസത്തിന്റെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പണ്ട് നമ്മളുടെ ആദിശങ്കരൻ, അതായത് നമ്മൾ ഇന്നത്തെ ശങ്കരാചാര്യൻ എന്ന് പറയുന്നത്, നമ്മള് ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ നിങ്ങൾ ആദ്യം നമ്മൾ ചെല്ലലില്ലേ, സദാശിവ സമാരംഭം ശങ്കരാചാര്യ മധ്യമം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പര ഗുരുവേ സർവലോകാനാം വിഷജയ ഭവരോഗിനാം നിധയേ സർവവിദ്യാനാം ശ്രീ ദക്ഷിണാമൂർത്തയെ നമ. അതിലത്തെ ആദിശങ്കരൻ തന്നെയാണ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്, ശങ്കരാചാര്യൻ. അന്ന് പറയുക എന്താണ്, ശങ്കരൻ, ആദിശങ്കരൻ എന്നൊക്കെയാണ്. അപ്പൊ അവന് ഗുരുകുല വിദ്യാഭ്യാസം നടക്കുന്ന കാലാണ്. അപ്പൊ ഇന്നൊക്കെ ആണെങ്കിൽ നമ്മൾ കുട്ടികളെ അടുത്ത വീട്ടിലേക്ക് പറഞ്ഞാക്കില്ല, അവിടുന്ന് എന്തെങ്കിലും കഴിക്കാൻ നമ്മൾ സമ്മതിക്കില്ല. അന്നത്തെ എന്തായിരുന്നു, നല്ല സ്വഭാവവും എളിമയും കിട്ടാൻ വേണ്ടിയിട്ട് അന്ന് എങ്ങനെയാണ് ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ചെയ്യാന്നറിയോ, ഭിക്ഷാടനം. കുട്ടികൾ അന്നന്നൊക്കെയുള്ള ഭക്ഷണം വീടുകളിൽ നിന്ന് തേടി പിടിച്ച് കണ്ടെത്തി കൊണ്ടുവരണം, ഭിക്ഷാടനം. അങ്ങനെ നമ്മളുടെ ശങ്കരൻ ഭിക്ഷാടനത്തിന് ഇറങ്ങിയതാണ് ഒരു ദിവസം രാവിലെ, അറിയോ. അപ്പൊ അങ്ങനെ അവൻ ഭിക്ഷാടനത്തിന് ദിവസവും പോകുന്നതാണ്. അന്നും അവൻ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെത്തി ഭിക്ഷാടനത്തിന്. അവൻ അവിടെ ചെന്ന് കണ്ടപ്പോഴേ അവന് സങ്കടം തോന്നി. കാരണം ദാരിദ്ര്യം ആ വീട് എഴുതി കാണിക്കുന്നുണ്ട്. കാരണം ഒരു വീട്ടില് സമ്പന്നന്റെ വീട്ടിൽ ചെന്നാൽ വേഗം അറിയൂലേ, ദരിദ്രന്റെ വീട്ടിൽ ചെന്നാലും പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും. കാരണം നമ്മൾ ആദിശങ്കരൻ അതീവ ബുദ്ധിമാനായിരുന്നു. സാധാരണ ഒരു കുട്ടിയല്ലായിരുന്നു ആദിശങ്കരൻ. അവന് ഒരുപാട് അറിവുള്ള ജ്ഞാനിയായിരുന്നു. അവൻ കുട്ടിക്കാലത്തെ അവന് പക്വത, നമ്മൾ കേട്ടിട്ടില്ലേ, പ്രായത്തെ കവിഞ്ഞ പക്വത, അതുണ്ടായിരുന്നു നമ്മുടെ ശങ്കരന്. അപ്പൊ ശങ്കരൻ ആ വീട്ടിൽ ചെന്നിട്ട് അമ്മയോട് ചോദിക്കണു, വല്ലതും തരണേ അമ്മേ, ഭിക്ഷ വല്ലതും തരണേ എന്ന് പറയാണ്. അപ്പൊ അകത്തു നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. അപ്പൊ ആ അമ്മയെ കണ്ടപ്പോ തന്നെ ശങ്കരന് സങ്കടം തോന്നി. പക്ഷെ ചോദിക്കണ്ടേ, അവന് ഭിക്ഷ എടുത്താലല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ. അപ്പൊ അവൻ അമ്മയോട് ചോദിക്കാണ്, അമ്മേ എന്തെങ്കിലും തരണേ. അവൻ പാത്രം നീട്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ആ അമ്മ അകത്തേക്ക് പോയി, സങ്കടത്തോടു കൂടി അകത്തേക്ക് പോയിട്ട് കുറച്ച് സമയത്തിന് പുറത്തേക്ക് വരുന്നില്ല. അപ്പൊ ആ അമ്മ അടുക്കള മുഴുവൻ പരതുകയാണ്, ഒന്നുമില്ല കൊടുക്കണമെങ്കിൽ. ഒരു കുഞ്ഞു കുട്ടി, 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി അമ്മയെ വല്ലതും തരണേ എന്ന് പറഞ്ഞാൽ മാതൃഹൃദയം, അമ്മയ്ക്ക് സങ്കടം സഹിക്കണില്ല. അടുക്കള മുഴുവൻ പരതിയ അമ്മ അവസാനം ഒരു പാത്രത്തിലെ ഒരു ഉണക്ക നെല്ലിക്ക ഇരിക്കണത് അമ്മയുടെ കണ്ണിൽ പെട്ടു. അങ്ങനെ അമ്മ നെല്ലിക്കയായിട്ട് ശങ്കരന്റെ അടുത്ത് വന്നിട്ട് ആ ഭിക്ഷപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് കൊടുത്തത് വഴിക്ക് അമ്മ കരയണു, മോനെ വേറെ ഒന്നും തരാനില്ല ഇവിടെ, അതുകൊണ്ടാണ് കേട്ടോ, ഒന്നും വിചാരിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കണു. അപ്പൊ അത് ഒന്നുമില്ലാഞ്ഞിട്ടും ഒരു ഉണക്ക നെല്ലിക്ക കൊടുത്ത അമ്മയുടെ മനസ്സാണ് ശങ്കരനും ഉള്ളിലേക്ക് വന്നത്. പെറ്റ അമ്മയായിട്ടാണ് അവൻ ആ അമ്മയെ കണ്ടിട്ട് തോന്നിയത്. അങ്ങനെ അവൻ തീരുമാനിച്ചു, ഇല്ല, ഇവരുടെ ദാരിദ്ര്യം എങ്ങനെയെങ്കിലും ഒന്ന് നിവർത്തിച്ചു കൊടുക്കണം. അങ്ങനെ ശങ്കരൻ അന്ന് അവിടെ നിന്ന് ചൊല്ലിയതാണ് മഹാലക്ഷ്മിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതാണ് നമ്മുടെ കനകധാരാ സ്തോത്രമായിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാവരും ചൊല്ലുന്ന കനകധാരാ സ്തോത്രം. അതാണ് നമ്മുടെ ശങ്കരൻ അന്ന് അവിടെ നിന്ന് ചൊല്ലിയത്. ചൊല്ലി അദ്ദേഹം നിന്ന് ചൊല്ലി തന്നെയാണ്, അതിന്റെ 4 വരി ചൊല്ലിയും കൊണ്ടേ ഇരിക്കുകയാണ്. പക്ഷേ ദേവി പ്രത്യക്ഷപ്പെടുന്നില്ല. കുറെ സമയം ശങ്കരൻ ചൊല്ലിയും കൊണ്ടേ നിൽക്കുകയാണ്. അപ്പൊ ദേവിക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റാണ്ട് ദേവി പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ ശങ്കരൻ പറയുന്നു, നോക്കൂ, ഈ അമ്മ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കണത്, കണ്ടില്ലേ. അപ്പൊ എന്തെങ്കിലും കൊടുത്ത് ഇവരെ സഹായിക്കുന്ന വേണം ദേവിന്ന്. അപ്പൊ എന്താ ദേവി പറഞ്ഞെന്നറിയോ ശങ്കരനോട്, ഇല്ല, മുജമ്മ പാപം, മുജമ്മത്തിൽ ഇവർ ഒരു ഗുണവും ചെയ്തിട്ടില്ല കുട്ടി, അതുകൊണ്ട് ഇവർക്ക് ധനം കൊടുക്കാൻ പറ്റില്ല.
ഒന്നും ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ ശങ്കരൻ ദേവിയോട് പറയാണ്, അമ്മേ അമ്മേന്നാണ്. അപ്പൊ ശങ്കരൻ ദേവിയെ വിളിക്കണം, അമ്മേ കേവലം ഒരു ഉണക്ക നെല്ലിക്ക ഉണ്ടായിട്ട് അത് മാത്രമേ ഈ വീട്ടിലുള്ളൂ, അത് എനിക്ക് തരാൻ കാണിച്ച ഈ മനസ്സ് നമ്മൾ കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റുമോ അമ്മേന്ന് ചോദിക്കണത്. അപ്പോ കനകധാരാ സ്തോത്രം ശങ്കരൻ ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നല്ല, ദേവിയുടെ മനസ്സ് മലിഞ്ഞു. കാരണം ഒരു കുഞ്ഞു കുട്ടിയുടെ ഒരു അറിവ് കണ്ടോ, അവൻ പറയുന്ന കാര്യം. അപ്പോ എന്തിനു കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തോ പുണ്യം ചെയ്തോ നോക്കണം, ഈ ജന്മത്തിൽ ചെയ്ത കാര്യം എന്നാണ് ശങ്കരൻ പറഞ്ഞത് കണ്ടോ. അപ്പോ അവിടെ ദേവി എന്ത് ചെയ്തു, അവരുടെ മേൽപ്പരയുടെ ഓടൊക്കെ മാറുന്ന സമയം കൊണ്ട് അവരുടെ വീട്ടിലേക്ക് സ്വർണമഴ നെല്ലിക്ക രൂപത്തിലാണ് പെയ്യണത്. മനസ്സിലായല്ലോ. അങ്ങനെ ആ കുടുംബത്തിനെ സമ്പൽ സമൃദ്ധമാക്കി നമ്മളുടെ ആദിശങ്കരൻ ഈ കനകധാരാ സ്തോത്രം കൊണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കും നമ്മളുടെ വീട്ടിലെ വെള്ളിയാഴ്ച ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ചെല്ലാട്ടോ. വെള്ളിയാഴ്ചക്ക് ദേവീപ്രീതിക്ക് കുറച്ച് കൂടുതലാണ് ശക്തി. അപ്പൊ ഇത് നമ്മൾക്ക് ചൊല്ലാൻ 4 വരി ചൊല്ലിയാൽ മതി കേട്ടോ. എങ്കിലും മുഴുവൻ സ്തോത്രം ചൊല്ലിയ ഫലം തന്നെയാണ്. 4 വരി നമ്മൾ ഡെയിലി ചെല്ലുക, അല്ലെങ്കിൽ നമ്മൾ കേൾക്കുക. എന്ത് ചെയ്താലും വേണ്ടില്ല, ആ 4 വരി നമ്മൾ ഡെയിലി വെച്ച് കേട്ടോളൂ. നമ്മളെ വീട്ടിലത്തെ എല്ലാ ദാരിദ്ര്യവും പടിയിറങ്ങി പോകുന്നാണ് പറയണത്. അമ്മ അപ്പോ കനകധാരാ സ്തോത്രം ഇവിടെ ചെല്ലാണ്. അമ്മ 4 വരിയാണ് ചെല്ലണുള്ളൂ. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് കുറച്ച് തോലുണ്ട് കനകധാരാ സ്തോത്രം. അത് എല്ലാവർക്കും എല്ലാ ദിവസവും മുഴുവനായിട്ട് ചെല്ലാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ ഈ 4 വരി മാത്രം ചൊല്ലിയാൽ മതി. അമ്മ ഇവിടെ ചൊല്ലുമ്പോൾ എല്ലാവരും മഹാലക്ഷ്മിയെ വിചാരിച്ച് കണ്ണടച്ചിരുന്നത് കേൾക്കണം. ഇത് 9 പ്രാവശ്യം 11 പ്രാവശ്യം 3 പ്രാവശ്യം ഒക്കെ ചൊല്ലാട്ടോ. ശരിക്കും ഇത് വേണ്ടത് 11 പ്രാവശ്യം ദിവസേന കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ സമയത്ത് കണ്ണടച്ച് എല്ലാവരും മഹാലക്ഷ്മിയെ ധ്യാനിക്കണം. അമ്മ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് പിന്നെ ഇത് ഇപ്പൊ നിങ്ങൾ ചൊല്ലിയ കൂടെ, എന്നിട്ട് നിങ്ങൾ സാവധാനം അത് സ്ക്രീനിൽ എഴുതി കാണിച്ചത് അറിയാത്തവർ എഴുതിയെടുക്കുക. എന്നിട്ട് നിങ്ങൾ ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഫോൺ ഓൺ ചെയ്ത് അമ്മ ചെല്ലണത് കേട്ടോളൂ. ആ ഭാഗം മാത്രം നിങ്ങൾ ഡെയിലി കേൾക്കണം. ഒരു ദാരിദ്ര്യം ഉണ്ടാവില്ല മക്കളെ. ഇത് കഥയല്ല കേട്ടോ, ഇത് കേവലം നടന്നൊരു കാര്യം തന്നെയാണ്. അപ്പോ ഇതാ അമ്മ ചൊല്ലാൻ പോണു. എല്ലാവരും കണ്ണടച്ച് മഹാലക്ഷ്മിയെ നല്ലോണം മനസ്സിൽ ധ്യാനിച്ചോളൂ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ശൃംഗാംഗനേവ മുകുളാഭരണം കമാലം അംഗീകൃത അഖില വിഭൂതിരപാങ്കലീല മാംഗല്യദാസ്തു മമ മംഗളദേവതായാഃ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ശൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃത അഖില വിഭൂതിരപാങ്കലീല മാംഗല്യദാസ്തു മമ മംഗളദേവതായാഃ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ശൃംഗാംഗനേവ മുകുളാഭരണം തമാലം അംഗീകൃത അഖില വിഭൂതിരപാങ്കലീല മാംഗല്യദാസ്തു മമ മംഗളദേവതായാഃ. അമ്മ ചൊല്ലിയത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സ്ക്രീനിൽ നിന്ന് തെറ്റാതെ എഴുതി എല്ലാവരും എടുക്കണം. അമ്മ അതുകൊണ്ട് നിർത്തിയിട്ട് തന്നെയാണ് ചൊല്ലിയിട്ടുള്ളത്. എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അറിയുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ 1ൽ പഠിക്കുമ്പോൾ നമുക്ക് ആ ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ നല്ല പ്രയാസമാണ് അല്ലേ. കേവലം 2ലേക്ക് എത്തിയാൽ നമുക്ക് 1ലത്തെ കുറച്ച് പ്രയാസം കുറവായിരിക്കും അല്ലേ. അങ്ങനെ അറിയുന്നവർക്ക് ഇതൊരു വില ഉണ്ടായിരിക്കില്ല, പക്ഷെ അറിയാത്തവർക്ക് ഇത് വളരെ പ്രയാസമാണ് ചൊല്ലാനായിട്ടോ. സംസ്കൃതമാണ് കാരണം. അപ്പോ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് ഇത് കണ്ണ് ചേമ്പി ഇരുന്ന് കേൾക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ചൊല്ലുമ്പോഴും നല്ല ഭക്തിയോട് കൂടി ചൊല്ലണം. ദേവി നമ്മളുടെ പ്രാർത്ഥന കേൾക്കാതെ ഇരിക്കില്ല, ഒരിക്കലും കേൾക്കാതിരിക്കില്ല ദേവി എന്നാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. അപ്പോ എല്ലാ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും വേണ്ടി അമ്മയുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടത്തിലെ ബെല്ലൈക്കൺ അനേബിൾ ചെയ്താൽ ഇങ്ങനത്തെ വീഡിയോസ് അമ്മ ഇടുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.